NCERT MCQ സീരീസിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ ദേശീയ പ്രസ്ഥാനവും കേരളവും 4ാമത്തെ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. PSC പരീക്ഷകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. ഈ കഴിഞ്ഞ പ്രിലിംസിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മാനുഷ്യ സോദരന്മാർ, ഇക്കാലത്ത് 20ാം നൂറ്റാണ്ടിലുമിതു നീക്കാറായില്ലല്ലോ യോഗപ്പെണ്ണെ എന്ന വരികൾ ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെതാണ്? ഇവിടെ ആൻസർ പണ്ഡിറ്റ് കറുപ്പൻ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇത് ചാപ്റ്ററിലെ ബോക്സിൽ തന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇത് പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ജാതിക്കുമ്മി എന്ന കൃതിയിലേതാണ്. അപ്പോൾ ഓർത്തു വയ്ക്കണം, ഈ ഒരു ഭാഗം വന്നിരിക്കുന്നത് പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ജാതിക്കുമ്മി എന്ന കൃതിയിലേതാണ്. അപ്പോൾ ഈ ഭാഗത്തു നിന്നും ചോദിക്കാവുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മാനുഷ്യ സോദരന്മാർ എന്ന് തുടങ്ങുന്ന വരികൾ ഉൾപ്പെടുന്ന പ്രശസ്തമായ കൃതി ഏതാണ്? ജാതിക്കുമ്മിയാണ്. അടുത്തത്, ജാതിക്കുമ്മി എന്ന പ്രശസ്തമായ കൃതി രചിച്ചതാരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഇനി പഠിക്കേണ്ടത് പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ്. അതിൽ മേൽമുണ്ട് സമരം. എല്ലാ മതത്തിലുള്ള ചാന്നാട്ടികളും കട്ടിശീല കൊണ്ട് ഉടുത്തു കെട്ടിക്കൊള്ളുകയോ മേൽജാതിയിലുള്ള സ്ത്രീകളെ പോലെ അല്ലാതെ മറ്റു ഏതു വിധത്തിലെങ്കിലും മാറുവറച്ചു കൊള്ളുകയോ ചെയ്യുന്നതിന് വിരോധം ഇല്ലായ്മ കൊണ്ടു വിവരം സകലമാന പേരും അറിഞ്ഞു നടന്നു കൊള്ളുകയും വേണം. അപ്പോൾ ഇത് സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരത്തിന്റെ ഒരു ഭാഗമാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അവകാശം നൽകിയതാരാണ്? തിരുവിതാംകൂർ മഹാരാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ ഈ പേര് ഓർത്തു വയ്ക്കണം, തിരുവിതാംകൂർ മഹാരാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഈ വിളംബരത്തിന് കാരണമായ മേൽമുണ്ട് സമരത്തെക്കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. തെക്കൻ തിരുവിതാംകൂറിൽ ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് ഉയർന്ന വിഭാഗമെന്ന് കരുതപ്പെട്ടിരുന്ന സ്ത്രീകളെ പോലെ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. അപ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പിന്തുണയോടെ പൊതുസ്ഥലങ്ങളിൽ മേൽമുണ്ട് ധരിച്ച് പ്രത്യക്ഷപ്പെട്ട ചാന്നാർ സ്ത്രീകളെ ഉയർന്ന വിഭാഗമെന്ന് കരുതപ്പെട്ടിരുന്നവർ ആക്രമിക്കുകയും അവരുടെ മേൽമുണ്ട് വലിച്ചു കീറുകയും ചെയ്തു. തുടർന്ന് തെക്കൻ തിരുവിതാംകൂറിൽ പലയിടങ്ങളിലും കലാപം പൊട്ടിപ്പുറപ്പെട്ടു. 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. അപ്പോൾ ഈ ഡേറ്റ് ഓർത്തു വയ്ക്കണം. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് കൽപ്പന പുറപ്പെടുവിച്ചതെന്നാണ് 1859 ജൂലൈ 26 1859 ജൂലൈ 26. ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 1, മേൽമുണ്ട് സമരം പൗരസ്വാതന്ത്ര്യത്തിനും സാമൂഹിക നീതിക്കും വേണ്ടിയുള്ള പ്രധാന പോരാട്ടമായിരുന്നു. അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ്. 2, രാജാവിൻ്റെ ഉത്തരവ് പ്രകാരം ചാന്നാർ സ്ത്രീകൾക്ക് ഉടുതുണി ധരിക്കാനോ മാറുമറയ്ക്കാനോ ഒരു തരത്തിലും അനുവാദം നൽകിയിരുന്നില്ല. അപ്പോൾ അതാണ് ഇവിടെ തെറ്റായ ഓപ്ഷൻ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി, 2 മാത്രമാണ് ഇവിടെ ആൻസർ. കെട്ടിശീല കൊണ്ടോ മേൽജാതിക്കാരെ പോലെ അല്ലാത്ത മറ്റു രീതിയിലോ മാറുമറയ്ക്കാൻ വിളംബരത്തിൽ അനുവാദം നൽകിയിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ക്വസ്റ്റ്യൻ, സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അവകാശം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ ഈ പേര് ഓർത്തു വയ്ക്കണം. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അവകാശം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ക്വസ്റ്റ്യൻ, ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാണ്? 1859 ജൂലൈ 26 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് ഉത്തരവ് പുറപ്പെടുവിച്ചത് 1859 ജൂലൈ 26. വൈക്കം സത്യാഗ്രഹം. അയിത്ത ജാതിക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല. അപ്പോൾ വൈക്കം ക്ഷേത്രത്തിന് 100 മീറ്റർ അകലെ സ്ഥാപിച്ചിരുന്ന ഒരു ബോർഡിലാണ് ഇങ്ങനെ എഴുതിയിരുന്നത്: ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ താഴ്ന്നതെന്ന് ഗണിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളെ സഞ്ചരിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഈ വിവേചനത്തിനെതിരെ 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ചത്.
അപ്പോൾ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച ഡേറ്റ് ഓർത്ത് വെക്കണം. 1924 മാർച്ച് 30-നാണ്. 1924 മാർച്ച് 30-നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. TK മാധവൻ, K കേളപ്പൻ, KP കേശവമേനോൻ തുടങ്ങിയവരാണ് ഈ സത്യാഗ്രഹം നയിച്ചത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം നയിച്ചത് ആരൊക്കെയാണ്? TK മാധവൻ, K കേളപ്പൻ, KP കേശവമേനോൻ. ഈ 3 പേരും ഓർത്തു വെക്കണം. TK മാധവൻ, K കേളപ്പൻ, KP കേശവമേനോൻ. അപ്പോൾ ദേശീയ ശ്രദ്ധയാകർഷിച്ച വൈക്കം സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിലാണ് അവസാനിപ്പിച്ചത്. 1925 നവംബർ 23-ന് ക്ഷേത്രത്തിന്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ, അതായത് കിഴക്കേ നടയിലേക്കുള്ള 2 പാതകൾ ഒഴികെ ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുറന്നു കൊടുക്കപ്പെട്ടു. അപ്പോൾ ഡേറ്റ് ഓർത്തു വയ്ക്കണം. 1925 നവംബർ 23-നാണ് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. ഡേറ്റ് 1925 നവംബർ 23-ന്. സവർണ ജാഥ വൈക്കം സത്യാഗ്രഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ സംഘടിപ്പിച്ചു. ഇതാണ് സവർണ ജാഥ എന്നറിയപ്പെടുന്നത്. അപ്പോൾ സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. എവിടെ നിന്ന് എവിടെ വരെ ആയിരുന്നു? വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്കായിരുന്നു ജാഥ സംഘടിപ്പിച്ചത്. അപ്പോൾ ഇതിനെയാണ് സവർണ ജാഥ എന്നറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച തീയതി ഏതാണ്? 1924 മാർച്ച് 30-നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കൾ ആരെല്ലാം? ആരൊക്കെയാണ്? TK മാധവൻ, K കേളപ്പൻ, KP കേശവമേനോൻ. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ 3 പേരാണ് TK മാധവൻ, K കേളപ്പൻ, KP കേശവമേനോൻ. ക്വസ്റ്റ്യൻ: വൈക്കം സത്യാഗ്രഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലായിരുന്നു സവർണ ജാഥ നയിച്ചത്. ഈ സവർണ ജാഥ എവിടെ നിന്ന് എങ്ങോട്ടാണ് സംഘടിപ്പിച്ചത്? എവിടെ നിന്നായിരുന്നു? വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്കായിരുന്നു സവർണ ജാഥ സംഘടിപ്പിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹം പഠിക്കാം. ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. K കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് 1931 നവംബർ 1, ഡേറ്റ് ഓർത്തു വയ്ക്കണം, 1931 നവംബർ 1-ന് സത്യാഗ്രഹം ആരംഭിച്ചു. സമരപരിപാടികൾ ശക്തമായപ്പോൾ അധികാരികൾക്ക് 1 മാസത്തോളം ക്ഷേത്രം അടച്ചിടേണ്ടി വന്നു. സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനായ AK ഗോപാലനെയും P കൃഷ്ണപിള്ളയെയും സത്യാഗ്രഹത്തെ എതിർത്തവർ ക്രൂരമായി മർദ്ദിച്ചു. അപ്പോൾ ഇത് ഓർത്ത് വെക്കണം. സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AKG ആയിരുന്നു. AK ഗോപാലനായിരുന്നു. P കൃഷ്ണപിള്ള. AK ഗോപാലനും P കൃഷ്ണപിള്ളയുമായിരുന്നു സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റന്മാർ. K കേളപ്പൻ ക്ഷേത്രത്തിന് മുന്നിൽ മരണം വരെ ഉപവാസം തുടങ്ങിയതോടെ അനേകം ആളുകളാണ് ഇതിന് പിന്തുണയുമായി നാനാദേശങ്ങളിൽ നിന്നും എത്തിയത്. ഒടുവിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉപവാസം അവസാനിപ്പിച്ചത്. ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയുവാൻ പൊന്നാനി താലൂക്കിൽ കോൺഗ്രസ് ഒരു ജനഹിത പരിശോധന നടത്തിയപ്പോൾ ഭൂരിപക്ഷം പേരും ഇതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ സമസ്ത ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് കഴിഞ്ഞു. ക്വസ്റ്റ്യൻസ് നോക്കാം. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച തീയതി ഏതാണ്? 1931 നവംബർ 1-നായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. 1931 നവംബർ 1-ന്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു AK ഗോപാലൻ. ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ K കേളപ്പൻ ആരംഭിച്ച മരണം വരെ ഉപവാസം അവസാനിപ്പിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയാൻ കോൺഗ്രസ് ജനഹിത പരിശോധന നടത്തിയത് ഏത് താലൂക്കിലാണ്? പൊന്നാനി താലൂക്കിലാണ്. അപ്പോൾ ഇത് ഓർത്തു വെക്കണം. ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയാൻ കോൺഗ്രസ് ജനഹിത പരിശോധന നടത്തിയത് പൊന്നാനി താലൂക്കിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ഷേത്രപ്രവേശന വിളംബരം. 1936 നവംബർ 12-ന് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ക്ഷേത്രപ്രവേശന വിളംബരം വർഷം 1936 നവംബർ 12-നായിരുന്നു. ആരായിരുന്നു വിളംബരം പുറപ്പെടുവിച്ചത്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്.
അപ്പോൾ ഇതിലൂടെ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും തുറന്നുകൊടുത്തു. ഗാന്ധിജി ഈ വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ക്വസ്റ്റ്യൻസ് നോക്കാം. തിരുവിതാംകൂർ ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി ഏതാണ്? 1930 നവംബർ 12-നാണ്. 1936 നവംബർ 12-നാണ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ക്വസ്റ്റ്യൻ: ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. പാലിയ സത്യാഗ്രഹം അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന മറ്റൊരു സമരമായിരുന്നു 1947-48 പാലിയം സത്യാഗ്രഹം. കൊച്ചിയിലെ ചേന്നമംഗലത്തെ പാലിയത്തച്ഛന്റെ വസതിക്ക് മുന്നിലെ റോഡിലൂടെ നടന്നു പോകാൻ അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു. ഈ പ്രശ്നത്തെ ചൊല്ലി രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഒത്തുചേർന്ന് നടത്തിയ സമരമാണ് പാലിയം സത്യാഗ്രഹം. സി കേശവൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയ സത്യാഗ്രഹത്തെ നേരിടാൻ സർക്കാർ അറസ്റ്റും മർദ്ദനമുറകളും പ്രയോഗിച്ചു. 1948 കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതിഭന്യേ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കപ്പെട്ടതോടെ പാലിയം റോഡിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള നിയന്ത്രണം ഇല്ലാതായി. അപ്പോൾ 1948 കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതിഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കപ്പെട്ടത്. അപ്പോൾ ഇതും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വർഷം 1948 കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതിഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കപ്പെട്ടത്. അപ്പോൾ ഇവിടുത്തെ എന്താണ്? പാലിയ സത്യാഗ്രഹം വർഷം ഓർത്തു വയ്ക്കണം. 1947-48 പാലിയ സത്യാഗ്രഹം നടന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ പാലിയം സത്യാഗ്രഹം നടന്ന വർഷങ്ങൾ ഏതെല്ലാമാണ്? 1947-48. പാലിയ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാവ് ആരായിരുന്നു? സി കേശവനായിരുന്നു. പാലിയ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാവായിരുന്നു സി കേശവൻ. പാലിയ സത്യാഗ്രഹം നടന്ന പ്രദേശം എവിടെയായിരുന്നു? കൊച്ചിയിലെ ചേന്നമംഗലത്താണ്. അപ്പോൾ പാലിയ സത്യാഗ്രഹം നടന്നത് കൊച്ചിയിലെ ചേന്നമംഗലത്താണ്. കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതിഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നു കൊടുത്ത വർഷം ഏതാണ്? 1948. ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. പൗരാവകാശങ്ങൾക്ക് വേണ്ടി നടന്ന സമരങ്ങൾ ഏതൊക്കെയാണ്? മേൽമുണ്ട് സമരം, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം. അപ്പോൾ ഇത് ഓർത്തു വയ്ക്കണം. മേൽമുണ്ട് സമരം, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം ഇവ പൗരാവകാശങ്ങൾക്ക് വേണ്ടി നടന്ന സമരങ്ങളായിരുന്നു. ഈ മേൽമുണ്ട് സമരം വസ്ത്രധാരണ വിലക്കിനെതിരെയുള്ളതായിരുന്നു മേൽമുണ്ട് സമരം. വൈക്കം സത്യാഗ്രഹം എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. അപ്പോൾ അത് ഓർത്തു വയ്ക്കണം. വൈക്കം സത്യാഗ്രഹം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം എന്തിനു വേണ്ടിയായിരുന്നു? എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ളതായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പോൾ ഇവ രണ്ടും മാറിപ്പോകാതെ പഠിക്കണം. വൈക്കം സത്യാഗ്രഹം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം. ഈ പാലിയം സത്യാഗ്രഹം പാലിയം റോഡിലൂടെ നടന്നു പോകാനുള്ള വിലക്കും അയിത്തോച്ചാടനത്തിനെതിരെയായിരുന്നു പാലിയം സത്യാഗ്രഹം. ദേശീയബോധത്തിന്റെ സമരജ്വാല. വരിക വരിക സഹചരെ സഹന സമര സമയമായി. അപ്പോൾ ഇത് 1930 ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നടന്ന ജാഥയിൽ ആലപിക്കാൻ അംശി നാരായണപിള്ള എഴുതിയ വരികളാണ്. അപ്പോൾ ഇത് ഓർത്തു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് കൂടിയാണ്. 1930 ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നടന്ന ജാഥയിൽ ആലപിക്കാൻ അംശി നാരായണപിള്ളയാണ് ഇത് എഴുതിയത്. വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഗാനം. സത്യാഗ്രഹികൾ ഗാനം ആലപിച്ചും മുദ്രാവാക്യം മുഴക്കിയും പയ്യന്നൂർ കടപ്പുറത്തേക്ക് ജാഥയായി നീങ്ങി. വഴിനീളെ ആയിരക്കണക്കിന് ജനങ്ങൾ അവർക്ക് സ്വീകരണം നൽകി. കേരളത്തിൽ ദേശീയ പ്രസ്ഥാനം എത്രമാത്രം ഊർജ്ജസ്വലമായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ കേരളത്തിലേതുപോലെ തന്നെ ദേശീയ തലത്തിലും കോൺഗ്രസിൽ ശ്രദ്ധേയമായ മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. സി ശങ്കരൻ നായരും ബാരിസ്റ്റർ GP പിള്ളയും ആയിരുന്നു ഇവരിൽ പ്രധാനപ്പെട്ടവർ. ക്വസ്റ്റ്യൻസ് നോക്കാം. വരിക വരിക സഹചരെ സഹന സമര സമയമായി എന്ന പ്രശസ്തമായ ഗാനം രചിച്ചത് ആരാണ്? അംശി നാരായണപിള്ളയാണ്.
1930 ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സത്യാഗ്രഹികൾ കാൽനടയായി യാത്ര ചെയ്തത് ഏത് കടപ്പുറത്തേക്കായിരുന്നു? പയ്യന്നൂർ കടപ്പുറത്തേക്കായിരുന്നു. വരിക വരിക സഹചരി എന്ന വരികൾ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ആലപിക്കപ്പെട്ടത്? ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. വർഷം 1930. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തിയ മലയാളി നേതാക്കൾ താഴെ പറയുന്നവയിൽ ആരെല്ലാമാണ്? ആരൊക്കെയാണ്? സി ശങ്കരൻ നായരും ബാരിസ്റ്റർ GP പിള്ളയുമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ഏക മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. സി ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ഏക മലയാളി. മലബാർ. കേരളത്തിലെ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് മലബാറിൽ ദേശീയ പ്രസ്ഥാനം കൂടുതൽ കരുത്തുറ്റതായിരുന്നു. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണവും ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ ചലിപ്പിച്ചു. ഖിലാഫത്ത്, നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പിന്തുണയാണ് മലബാറിലെങ്ങും ലഭിച്ചത്. സമരത്തിന്റെ ഭാഗമായി ജനങ്ങൾ വിദേശ നിർമ്മിത വസ്തുക്കളും കോടതികൾ, വിദ്യാലയങ്ങൾ മുതലായ സർക്കാർ സ്ഥാപനങ്ങളും ബഹിഷ്കരിച്ചു. സമരത്തിന് സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും മികച്ച പങ്കാളിത്തമുണ്ടായിരുന്നു. സി കുഞ്ഞിരാമ മേനോൻ, കെ കേളപ്പൻ, യു ഗോപാല മേനോൻ, KP കേശവ മേനോൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, ഇ മൊയ്തു മൗലവി, മൊയ്യാരത്ത് ശങ്കരൻ തുടങ്ങിയവരായിരുന്നു പ്രധാന നേതാക്കൾ. നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നപ്പോൾ അതിന്റെ അലയൊലികൾ കേരളത്തിലും ഉണ്ടായി. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം മലബാറിലെ പയ്യന്നൂരായിരുന്നു. അപ്പോൾ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം എവിടെയായിരുന്നു? മലബാറിലെ പയ്യന്നൂരായിരുന്നു. കെ കേളപ്പനാണ് സത്യാഗ്രഹം നയിച്ചത്. അപ്പോൾ ഇവിടെ കെ കേളപ്പനാണ് സത്യാഗ്രഹം നയിച്ചത്, ഓർത്തു വയ്ക്കണം. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സത്യാഗ്രഹികൾ പയ്യന്നൂരിലെ കടപ്പുറത്തേക്ക് എത്തിച്ചേരുകയും അതിൽ പങ്കാളികളാവുകയും ചെയ്തു. കൂടാതെ മുഹമ്മദ് അബ്ദുൾ റഹ്മാന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹികൾ കോഴിക്കോട് കടപ്പുറത്ത് നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. അപ്പോൾ മുഹമ്മദ് അബ്ദുൾ റഹ്മാന്റെ നേതൃത്വം എവിടെയായിരുന്നു? കോഴിക്കോട് കടപ്പുറത്തായിരുന്നു. അത് ഓർത്തു വയ്ക്കണം. അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് പോലീസിന്റെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നു. വിദേശ വസ്ത്ര ബഹിഷ്കരണവും മദ്യഷാപ്പ് പിക്കറ്റിങ്ങും ഖാദി പ്രചരണവും സമരത്തിന്റെ ഭാഗമായി നടന്നു. ക്വസ്റ്റ്യൻസ്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? പയ്യന്നൂർ ആയിരുന്നു. പയ്യന്നൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പനാണ് പയ്യന്നൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ആരുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് സത്യാഗ്രഹികൾ നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കിയത്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. ക്വസ്റ്റ്യൻ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ തലത്തിൽ നടന്ന ഏത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹം നടന്നത്? നിയമലംഘന പ്രസ്ഥാനമായിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ തലത്തിൽ നടന്ന നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് കേരളത്തിലും ഉപ്പു സത്യാഗ്രഹം നടന്നത്. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് ഏതെന്ന് കണ്ടെത്തുക. നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് കേരളത്തിലും ഉപ്പു സത്യാഗ്രഹം നടന്നത്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം മലബാറിലെ പയ്യന്നൂർ ആയിരുന്നു. കെ കേളപ്പന്റെ നേതൃത്വത്തിലാണ് പയ്യന്നൂരിൽ സത്യാഗ്രഹം നടന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് കേരളത്തിലും ഉപ്പു സത്യാഗ്രഹം നടന്നത്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം മലബാറിലെ പയ്യന്നൂർ ആയിരുന്നു. കെ കേളപ്പന്റെ നേതൃത്വത്തിലാണ് പയ്യന്നൂരിൽ സത്യാഗ്രഹം നടന്നത്. ഗാന്ധിജി കേരളത്തിൽ. 1920 ഗാന്ധിജിയും മൗലാന ഷൗക്കത്ത് അലിയും, ഇമ്പോർട്ടൻ്റ് ആണ്, 1920 ഗാന്ധിജിയും മൗലാന ഷൗക്കത്ത് അലിയും നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം കോഴിക്കോടെത്തി. അപ്പോൾ ഗാന്ധിജിയും മൗലാന ഷൗക്കത്ത് അലിയും എന്തിനു വേണ്ടിയായിരുന്നു കോഴിക്കോട് എത്തിയത്? നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം ആണ്. അപ്പോൾ അത് ഓർത്തു വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. വന്നത് 1920 അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനമായിരുന്നു ഇത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യക്കാർ വ്യത്യസ്ത മതസ്ഥരെങ്കിലും നമ്മുടെ മാതൃഭൂമിയുടെ സന്തതികളാണെന്നും നമ്മുടെ സുഖദുഃഖങ്ങൾ ഒന്നാണെന്നും പ്രശ്നങ്ങൾ ഒന്നാണെന്നും നേതാക്കൾ ഉത്ബോധിപ്പിച്ചപ്പോൾ അത്യാവേശത്തോടെയാണ് ജനങ്ങൾ അത് സ്വീകരിച്ചത്. ക്വസ്റ്റ്യൻസ്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ഏതാണ് എന്നാണ്? 1920 1920 നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം ഗാന്ധിജിയോടൊപ്പം കോഴിക്കോട് എത്തിയത് ആരാണ്? മൗലാന ഷൗക്കത്ത് അലിയാണ്. മൗലാന ഷൗക്കത്ത് അലി. ഗാന്ധിജി തന്റെ ആദ്യ കേരള സന്ദർശനത്തിൽ എത്തിയ സ്ഥലം ഏതാണ്? കോഴിക്കോടാണ്. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട്
താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് ഏതെന്ന് കണ്ടെത്തുക. 1920 നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി കോഴിക്കോട് എത്തിയത്. അപ്പോൾ ഇത് ശരിയാണ്. മൗലാന ഷൗക്കത്ത് അലിയും ഗാന്ധിജിയോടൊപ്പം കോഴിക്കോട് സന്ദർശിച്ചിരുന്നു. അപ്പോൾ ഇതും ശരിയാണ്. ഇന്ത്യക്കാർ വ്യത്യസ്ത മതസ്ഥരെങ്കിലും മാതൃഭൂമിയുടെ മക്കളാണെന്നും അവരുടെ സുഖദുഃഖങ്ങൾ ഒന്നാണെന്നും നേതാക്കൾ ആഹ്വാനം ചെയ്തു. അപ്പോൾ ഇതും ശരിയാണ്. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. നൽകിയിരിക്കുന്ന സമരങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും തമ്മിൽ ചേരുംപടി ചേർത്ത് ശരിയായ കോമ്പിനേഷൻ കണ്ടെത്തുക. മേൽമുണ്ട് സമരം, വസ്ത്രധാരണ സ്വാതന്ത്ര്യം, മാറുമറയ്ക്കാനുള്ള അവകാശം. 2, വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം. ഗുരുവായൂർ സത്യാഗ്രഹം, എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം. പാലിയം സത്യാഗ്രഹം, പാലിയം റോഡിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യവും അയിത്തോച്ചാടനം. അപ്പോൾ ഇവിടെ എല്ലാ ആൻസറും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 എന്നിവ ശരിയാണ്. ഈ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗം പാർട്ട് 5-ലാണ് പഠിക്കുന്നത്. സിലബസിൽ നിന്നുള്ള SCERT ചാപ്റ്റേഴ്സ് പ്രത്യേക പ്ലേലിസ്റ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്